Hello guys, welcome back to Salesforce. അപ്പോൾ നമ്മളിന്ന് സെയിൽസ്ഫോഴ്സിൽ എങ്ങനെ ഒരു കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് എന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സെയിൽസ്ഫോഴ്സിൽ ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റാസിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് ശരിക്കും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ഒരു വലിയ എക്സൽ ഷീറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ഹ്യൂജ് എക്സൽ ഷീറ്റാണ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്താൽ അപ്പോൾ ആ എക്സൽ ഷീറ്റിനകത്തുള്ള ഓരോ സെൽസിനെയും നമുക്ക് ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്നതാണ് എക്സൽ ഷീറ്റിനകത്ത് നമുക്ക് ഒരു സെല്ലിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സെയിൽസ്ഫോഴ്സിൽ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫീൽഡിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തുവാണെന്ന് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാദ്യം സെയിൽസ്ഫോഴ്സിലേക്ക് ലോഗിൻ ചെയ്യാം. നമുക്കറിയാം ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനകത്താണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് ഒരു ഹ്യൂജ് എക്സൽ ഷീറ്റാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ അതിനകത്ത് ഒരു സെല്ലാണ് ഫീൽഡ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് പോകാം. അതിന് വേണ്ടി നമുക്ക് നോർമലി എന്താ ചെയ്യുന്നത് വെച്ചാൽ സെറ്റപ്പിലേക്ക് പോകാം. സെറ്റപ്പിനകത്ത് മുകളിൽ നമുക്ക് ഒബ്ജക്റ്റ് മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോൺഫിഗറേഷനും നമ്മൾ ഒബ്ജക്റ്റ് മാനേജറിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഗിനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും, അതായത് സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റുകളായാലും കസ്റ്റം ഒബ്ജക്റ്റുകളായാലും അതെല്ലാം തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ കോൺടാക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനിവിടെ ക്വിക്ക് ഫൈൻ ബോക്സിനകത്ത് കോൺടാക്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കോൺടാക്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ കോൺടാക്റ്റ് ഒബ്ജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഈ കോൺടാക്റ്റ് ഒബ്ജക്റ്റിനകത്തുള്ള എല്ലാ ഫീൽഡ്സും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പുതിയൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതിന് നമ്മൾ ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീൽഡുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം കാണുന്ന ഈ ഒരു 5 ഫീൽഡ്, ഇത് സ്പെഷ്യൽ ഫീൽഡ്സാണ്. ഇതിന് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഫീൽഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 5 ഫീൽഡ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഫീൽഡ്സും നോർമൽ ഫീൽഡ്സാണ്. അതെല്ലാം നമുക്ക് ഏത് ഒബ്ജക്റ്റിലേക്കും നോർമലി ആഡ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാനിവിടെ ഒരു ചെക്ക് ബോക്സ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെക്ക് ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിന് ട്രൂ ഓർ ഫോൾസ് എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണാണ് ശരിക്കും ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് നമ്മൾ നോർമലി ടിക്ക് ചെയ്യുവാണെങ്കിൽ അത് ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ചെക്ക് ചെയ്തില്ല എങ്കിൽ അത് ഫോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മൾ ഫീൽഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഫസ്റ്റ് ഫീൽഡിൻ്റെ നെയിം കൊടുക്കണം. ഞാനിവിടെ തൽക്കാലത്തേക്ക് പ്രയോറിറ്റി കസ്റ്റമർ എന്ന് പറയുന്നൊരു ഫീൽഡ് നെയിം കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഡീഫോൾട്ട് വാല്യൂ ഉണ്ട്. അതായത് ഡീഫോൾട്ടായിട്ട് ഈ ഒരു ചെക്ക് ബോക്സ് എങ്ങനെ കാണണം, അതായത് ചെക്ക്ഡ് ആയിട്ട് കാണണോ അൺചെക്ഡ് ആയിട്ട് കാണണോ എന്നാണ്. ഞാനിവിടെ അൺചെക്ഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫീൽഡ് നെയിമാണ്. ഇത് ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ചെയ്യുന്നതാണ്. ഇത് ആണ് ഈ ഫീൽഡിൻ്റെ API നെയിം. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഡിസ്ക്രിപ്ഷനാണ്. നെക്സ്റ്റ് ഹെൽപ്പ് ടെക്സ്റ്റ്. അടുത്ത ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിനെ നമ്മൾ കസ്റ്റം റിപ്പോർട്ട് സെലക്ട് ചെയ്യാൻ നേരം അതിൽ ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. അടുത്ത നമുക്കുള്ളത് ഫീൽഡ് ലെവൽ സെക്യൂരിറ്റിയാണ്. അതായത് ഈ ഫീൽഡ് ഏതൊക്കെ പ്രൊഫൈലിന് വിസിബിൾ ആയിരിക്കണമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡീഫോൾട്ടായിട്ട് കുറച്ച് പ്രൊഫൈലുകൾ മാത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇതിനകത്ത് എല്ലാ പ്രൊഫൈലിനും ഇത് വിസിബിൾ ആയിരിക്കണമെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മളെടുത്ത് ഏതൊക്കെ പേജ് ലേഔട്ടുകളിനകത്ത് ഇത് ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഒബ്ജക്റ്റിന്, ഈ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് മൾട്ടിപ്പിൾ ലേഔട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ലേഔട്ട്സിലേക്കും ഇത് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ലേഔട്ട്സ് എന്താണെന്നോ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ വരുന്ന വീഡിയോസ് പറയുന്നുണ്ട്. നമുക്കിനി സേവ് ചെയ്യാം. ഇപ്പോൾ ഈ ഫീൽഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് ആദ്യം ഈ ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യാം. അവിടെ കോൺടാക്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോൺടാക്ട്സ് ഒബ്ജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് നമുക്ക് പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഫീൽഡ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും. കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, പ്രയോറിറ്റി കസ്റ്റമർ എന്ന് പറയുന്ന പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെക്ക് ബോക്സ് ആണ്. നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാം, അൺചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു ടെസ്റ്റ് കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ചുമ്മാ അത് ഫസ്റ്റ് നെയിം ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ലാസ്റ്റ് നെയിം കോൺടാക്റ്റ് എന്ന് കൊടുക്കാം. ഇനി താഴോട്ട് വന്നിട്ട് നമ്മുടെ കസ്റ്റം ഫീൽഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ഈ റെക്കോർഡ് ഞാൻ സേവ് ചെയ്യുകയാണ്.
കണ്ടില്ലേ, നമ്മുടെ റെക്കോർഡ് ക്രിയേറ്റ് ആയി. ഇനി ഇതിനകത്ത് ഡീറ്റെയിൽഡ് ഫീച്ചറോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രയോറിറ്റി കസ്റ്റമർ ചെക്ക്ഡായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. നമുക്കിനി മറ്റൊരു ഫീൽഡ് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഫീൽഡ് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റിലാണ്, കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റിൽ. നമുക്കിനി ഒരു കസ്റ്റം ഒബ്ജക്റ്റിലേക്ക് ഒരു ഫീൽഡ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. സെയിം പ്രോസസ്സാണ്. നമ്മൾ ആദ്യം നമ്മുടെ കസ്റ്റം ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ തന്നെ കാണാം മൈ കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഒബ്ജക്റ്റ് മാനേജറിലോട്ട് പോകാം. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ ഒബ്ജക്റ്റ് മാനേജറിലേക്ക് പോകും. കണ്ടില്ലേ? അതല്ല, നമ്മൾ ട്രഡീഷണൽ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ഒബ്ജക്റ്റ് മാനേജർ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ക്വിക്ക് ഫൈൻഡ് ബോക്സ് ഉണ്ട്. ആ ക്വിക്ക് ഫൈൻഡ് ബോക്സിനകത്ത് നമുക്ക് വേണ്ട ഒബ്ജക്റ്റിൻ്റെ പേര് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാം. ഇപ്പോഴും നമ്മൾ സെയിം പേജിലേക്ക് തന്നെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീൽഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിൽ ക്ലിക്ക് ചെയ്തു ആൻഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ഡേറ്റ ടൈപ്പ് ട്രൈ ചെയ്യാം. ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് നമ്പേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ആ ഒരു ഫീൽഡിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഫീൽഡിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ്സ് എന്ന് പറയുന്നൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് കമൻറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ അടുത്തതായിട്ട് ഇതിൻ്റെ ലെങ്ത് എത്ര എന്നാണ് ചോദിക്കുന്നത്. അതായത് എത്ര ക്യാരക്ടേഴ്സ് വരെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 20 കൊടുത്തു. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ഹെൽപ്പ് ടെക്സ്റ്റുമാണ്. അത് സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഹെൽപ്പ് ടെക്സ്റ്റ് ഇതിൻ്റെ യൂസറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. അടുത്തത് റിക്വയർഡ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് റിക്വയർഡ് ഫീൽഡാവും. അതായത് ഈ ഫീൽഡിൽ വാല്യൂ കൊടുത്താൽ മാത്രമേ നമുക്കൊരു പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് റിക്വയർഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഓപ്ഷണൽ ഫീൽഡായിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫീൽഡിന് വാല്യൂ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. നമ്മളിതൊരു റിക്വയർഡ് ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ഇതൊരു കമൻറ്റ് ആണല്ലോ, കമൻറ്റ് വാല്യൂ ആണല്ലോ. അടുത്തത് യുണീക്ക്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽഡിനകത്ത് യൂണീക്ക് വാല്യൂസ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങളിപ്പോൾ സപ്പോസ് ഫസ്റ്റ് കമൻറ്റ് 1 2 3 അടിച്ചു, സെക്കൻഡ് വീണ്ടും ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് വീണ്ടും ഇതേ 1 2 3 എന്നതിൽ അടിക്കാൻ പറ്റത്തില്ല, കാരണം അതൊരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണല്ലോ. അപ്പോൾ അതിനകത്ത് യൂണീക്ക് വാല്യൂസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് എക്സ്റ്റേണൽ ഐ ഡി. അതായത് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് കോൺഫിഗർ ചെയ്യുകയോ മറ്റോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിനെ നമുക്കൊരു ഐ ഡി ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ ഓപ്ഷൻ. അടുത്ത ഡീഫോൾട്ട് വാല്യൂ. അതായത് ഈ ഒരു ഫീൽഡിന് ഡീഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സപ്പോസ് ഞാനിപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് പോപ്പപ്പ് ചെയ്ത് വന്നിരിക്കും. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ബട്ട് ഡീഫോൾട്ടായിട്ട് ആ വാല്യൂ എപ്പോഴും പോപ്പപ്പ് ആവും. ഇപ്പോൾ നമുക്ക് ഫീൽഡ് ലെവൽ സെക്യൂരിറ്റി ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ എല്ലാ ഫീൽഡും സെലക്ട് ചെയ്തു. ഞാൻ ഈ പ്രാവശ്യം എല്ലാ ഫീൽഡും സെലക്ട് ചെയ്യുന്നില്ല. പകരം ഞാൻ സിസ്റ്റം അഡ്മിന് മാത്രം ആഡ് ചെയ്യുന്നു. അതായത് സിസ്റ്റം അഡ്മിന് മാത്രമേ ഈ ഒരു ഫീൽഡ് കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത ലേ ഔട്ട്. നമുക്ക് ആകെ ഒരു ലേ ഔട്ടേ ഉള്ളൂ. സോ ഞാൻ ആ ലേ ഔട്ട് സെലക്ട് ചെയ്തു, സേവ് കൊടുത്തു. അടുത്തിട്ട് നമുക്കിനി ഒബ്ജക്റ്റിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ക്വിക്ക് ഫൈൻഡ് ബോക്സ് ആപ്പ് ലോഞ്ചറിനകത്ത് മൈ കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത കമൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് തൽക്കാലം ഒരു ടെസ്റ്റ് കമൻറ്റ് ആഡ് ചെയ്ത് നമുക്കൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ റെക്കോർഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസിനകത്ത് അതിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത കമൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മളൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മറ്റനവധി ഡേറ്റ ടൈപ്സുകൾ സെയിൽസ്ഫോഴ്സിൽ അവൈലബിൾ ആണ്. ബാക്കി ഡേറ്റ ടൈപ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.